ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഒന്ന് കണ്ടു നോക്കിയിട്ടോ. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും. അങ്ങനെ അതാ നമ്മൾ രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കടി ഉണ്ടാക്കുന്നത് നൂൽപുട്ടും കടലക്കറിയാണ്. അപ്പം കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ആ കുക്കറിലേക്ക് കടല കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളുള്ളി ആണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അതിൻ്റെ മുന്നേ ഞാൻ 2-3-4 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ മാവൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ 3 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് മാവ് കുഴച്ചെടുത്തത്. എന്നിട്ട് ഞാൻ പത്തിരിക്ക് മാവ് കുഴക്കണ മാതിരിയാണ്ട് വാട്ടി കുഴക്കലാണ്. ഇന്നിപ്പോൾ എളുപ്പപ്പണി എടുത്തതാട്ടോ. അങ്ങനെ നമ്മൾ മാവൊക്കെ കുഴച്ചെടുത്തു. ഇപ്പോൾ അതാ അച്ചക്കൊക്കെ ആക്കി കാണ്ട് ഇപ്പം ഞാൻ അതൊന്ന് പീച്ചെടുക്കുകയാണ്. അങ്ങനെ അതാ നൂൽപുട്ടും കറിയൊക്കെ ആയി. ഇപ്പോൾ അതാ റൂബി മദ്രസക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രണ്ടാളൊന്ന് ചായ കുടിക്കട്ടെ. അങ്ങനെ നമ്മളെ ചായ കഴിഞ്ഞപ്പോൾ അതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ സ്കൂൾ കൊണ്ടുപോകാൻ നെയ്ച്ചോറും ചിക്കനുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ആക്കും പോലെ ഉണ്ടാക്കാമെന്ന് കരുതിയാണ്ട് ആദ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാമെന്ന് കരുതി. അങ്ങനെ അതാ നമ്മൾ പാത്രങ്ങളൊക്കെ മുഴുവനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ സിങ്കൊക്കെ അരച്ച് നന്നാക്കി ഇപ്പോൾ അതാഞ്ഞ് തിണ്ടൊക്കെ ഒന്ന് തുടച്ചെന്നാക്കി ഇടട്ടെ. എന്നിട്ട് വേണം ചോറും പരിപാടി നമുക്ക് നോക്കാൻ. അങ്ങനെ അതാ നമ്മൾ ഒക്കെ തുടച്ചെന്നാക്കി ഇട്ടിക്കണ്. ഇനിയിപ്പോൾ നെയ്ച്ചോറ് വെക്കാണ്. അപ്പോൾ അതാ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാട്ടോ ഇന്നിപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കണത്. ഞാൻ നെയ്ച്ചോറൊക്കെ അധികം കുക്കറിലാണ് വെക്കണത്. ഇന്നിപ്പോൾ ചട്ടിയിലൊന്ന് വെക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അതാ ചട്ടിയൊക്കെ ചൂടാക്കി എണ്ണ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ കുറച്ചുള്ളതിന് നെയ്യ്. അപ്പോൾ ആ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് എണ്ണയൊക്കെ ചൂടായി. ഇപ്പോൾ നമ്മൾ വല്ലുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ വല്ലുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനേക്കുള്ള ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട അതൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നതിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇപ്പോൾ അത് ആ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിങ്ങനെ. ഇതാ നമ്മളെ വെള്ളം തിളച്ച് കിട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത അരിയും കൂടെ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുനാരങ്ങൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിക്കണത്. അതും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ അത് അവിടെ അടച്ച് വെച്ചിട്ട് ഒന്ന് സിമ്മിലാക്കി വെച്ച് കൊടുത്ത് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച വല്ലുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ അതവിടെ വാടുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം.
അങ്ങനെ അത് നമ്മൾ വല്ലുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഇനിയിപ്പോൾ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതാ 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിന് കേട്ടോ. നമ്മൾ കുറച്ച് ഉള്ളിയിൽ ഇട്ട് കൊടുത്തിന്, അതുകൊണ്ട് അധികം ആയി പോകണ്ട. ഇനിയിപ്പോൾ അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കഴുകിയെടുത്ത ചിക്കനും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മിക്സ് ചെയ്തപ്പോഴാണ് ഓർമ്മയായത് ഗരം മസാലപ്പൊടി ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാനൊരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറൊന്ന് അതിൻ്റെ മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതപ്പോഴേക്ക് ഇത് നമ്മളെ ചോറും ഇവിടെ വെന്തു. ഇനിയിപ്പോൾ അതാ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. നെയ്ച്ചോറും ചിക്കനാകുമ്പോഴേക്ക് പപ്പടം കൂടി വേണമല്ലേ കോമ്പിനേഷനായിട്ട്. തൈരും കൂടെ വേണ്ടീനു, ഇപ്പോൾ തൈര് കഴിഞ്ഞു, അപ്പോൾ അതില്ല. അങ്ങനെ നമ്മൾ പപ്പടം പൊരിച്ചൽ കഴിഞ്ഞപ്പോൾ റിജുട്ടനെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ ഇപ്പം ഓനെന്നെ ഒറ്റക്ക് മാറ്റണം എന്ന് പറഞ്ഞാണ്ട് ഓനെന്നെ പുറപ്പെടാണ് കേട്ടോ. ഇന്നിപ്പോൾ യൂണിഫോം ഫസ്റ്റായിട്ട് കിട്ടുകയാണ്, അപ്പോൾ ആ പൊലിവിലാണ്. ഇനിയിപ്പോൾ ഇതാ ഓനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോറൊക്കെ ഒന്ന് പാത്രത്തിലാക്കി എടുക്കണം. ഇപ്പോൾ അതാ ഓന് സ്നാക്സായി കൊണ്ടുപോകുന്നത് ഇപ്പോൾ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ ബ്രെഡ് ഞാൻ എത്ര ഇട്ടു എന്ന് എണ്ണി നോക്കാനാണ് ഇപ്പോൾ ആ പാത്രം എടുത്തത് കേട്ടോ. എന്നിട്ട് അതിൽ ഞാൻ 3 ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഒന്നും കൂടി വാണിച്ച് 4 വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ അതിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ആക്കി നമ്മൾ സോബി മോള് സ്കൂൾക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓള് പോയപ്പോഴേക്കും നമ്മളെ റിജുട്ടൻ്റെ വണ്ടി എത്തി. അപ്പോൾ ഓന് വണ്ടി വന്നേക്ക് തന്നെ മുന്നിൽ കയറിയിരുന്നു കേട്ടോ ഡ്രൈവറെ അടുത്ത്. അങ്ങനെ ഓല പോക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തു കൂടെ ഒക്കെ ഒന്ന് മാറാല ചുറ്റാന്ന് കരുതി. ഇന്നിപ്പോൾ ചോറും കൂട്ടാനൊക്കെ കുട്ടികൾ സ്കൂൾക്ക് പോണതിൻ്റെ മുന്നേ തന്നെ അയക്കണമല്ലോ. അപ്പം നല്ലോണം മാറാലുണ്ട്. 2-3 ദിവസമായി മാറാലൊക്കെ ചുറ്റി അടിച്ചു വരിയിട്ട്. അപ്പോൾ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി അടിച്ചു വരിക്കട്ടെ. ഞാനങ്ങനെ 4 ദിവസം കൂടുമ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ മാറാല ചുറ്റലാണ് കേട്ടോ. എന്ന് മാറാല ചുറ്റിയാലും കാണാം പിറ്റേ ദിവസം പിന്നെ അതേപോലെ അങ്ങോട്ട് ഉണ്ടാവണം. ഇത് എവിടുന്ന് അത് വരുന്നേ പിടിയാടില്ല. അങ്ങനെ താ നമ്മൾ മാറാലൊക്കെ ചുറ്റിയെടുത്ത് ഇപ്പം ഞാൻ അകത്തു കൂടെ ഒക്കെ ഒന്ന് അടിച്ചു വരി എടുക്കുകയാണ്.
ഇനിയിപ്പോൾ അത് അടിച്ചോറലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അകത്തു കൂടെ ഒക്കെ ഒന്ന് തുടക്കണം. ഇപ്പം അതിൻ്റെ മുന്നേ ആ ഫാനുകളൊക്കെ ഒന്ന് തുടക്കട്ടെ കേട്ടോ. പൊടി നല്ലോണം പാറിയിക്കണ്. അങ്ങനതാ നമ്മൾ തുടക്കലും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിന് കേട്ടോ. ഇപ്പോൾ തുടക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ ലെങ്തായി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ മാതിരി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതേരേക്കും ബായ്. അസ്സലാമു അലൈക്കും.